ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ച ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PNC MAK അസോസിയേഷൻ വഴി BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെന്തായാലും എല്ലാവരും അറിയേണ്ടതും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നേരത്തെ കൂട്ടി റെഡിയാക്കി വെക്കേണ്ടതുമാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പേഴ്സണലി പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോളേജ് ഉണ്ടാവുമല്ലോ, എന്തായാലും ആ കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ PNC MAKയുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പം മേ ബി ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കുട്ടിക്ക് കോഴിക്കോടൊക്കെ ഉള്ളൊരു കോളേജാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡിസ്റ്റൻസിന് മുന്നേ തന്നെ നിങ്ങൾ ഈ കോളേജിൽ വിളിച്ച് സംസാരിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരണം, എക്സ്ട്രാ ചിലപ്പോൾ ഏതെങ്കിലും കോളേജസിലെ ഡോക്യുമെൻറ്റ്സ് അവർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടി നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളും എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജ്, ആ കോളേജിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ആ കോളേജിലെ കോൺടാക്റ്റ് നമ്പർ വിളിച്ച് ചോദിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോകാൻ വേണ്ടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പിന്നീട് തിരിച്ചു വന്ന് അടുത്ത ഡോക്യുമെൻ്റ് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ട്രാവലിങ്ങിൻ്റെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ഡോക്യുമെൻറ്റ്സ് നോക്കാം. SSLC +2 അതുപോലെ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്ത് വെക്കുക കേട്ടോ. ഒത്തിരി കോപ്പീസ് മാക്സിമം എടുത്ത് വെക്കുക. അതായത് മേ ബി അവർക്ക് അവിടെയും കോപ്പീസ് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിലും നിങ്ങൾ ഒറിജിനൽ കൊടുക്കുന്നത് കൊണ്ട് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് കോപ്പി കൂടി എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 10 കോപ്പിയെങ്കിലും നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതുമായിരിക്കണം. ടെസ്റ്റ് ചെയ്യേണ്ടത് ഗസറ്റ് ഓഫീസറിൽ നിന്നായിരിക്കണം. ഗസറ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്കൂളിലെ പ്രിൻസിപ്പൾ ആകാം, അതുപോലെ വില്ലേജ് ഓഫീസേഴ്സ് ആകാം, ഡോക്ടേഴ്സ് ആവാം, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗസറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇവരുടെ അറ്റസ്റ്റേഷൻ മേടിച്ചിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ PNC MAK അപ്ലൈ ചെയ്തപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവുമല്ലോ, അത് കൊണ്ടുപോകണം. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് കിട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് പോലെ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ടോക്കൺ ഫീ ഇത്ര അടയ്ക്കണം, അടച്ചിട്ടുണ്ട്, അതെല്ലാം അതിനകത്ത് കാണിക്കും. അപ്പോൾ അത് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ആ സമയത്ത് വരും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അതും നിങ്ങൾ കോളേജിൽ കൊണ്ടുപോകണം. അതുപോലെ ടോക്കൺ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം കേട്ടോ. ടോക്കൺ ഫീ നമുക്ക് ഓൺലൈനായിട്ടും ബാങ്ക് വഴി ചെല്ലാൻ വഴി അടയ്ക്കാൻ വേണ്ടി പറ്റും. അത് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അവർ അപ്ഡേഷൻ അറിയിക്കും കേട്ടോ. പിന്നെ ഉള്ളത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TCയും കണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ് CCയും. അതായത് ഇപ്പോൾ +2 പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ +2ൻ്റെ ഉള്ളത്, അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചിട്ട് വരുന്നവരും ഉണ്ടാവും. അപ്പോൾ ഡിഗ്രി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവിടെ നിന്നുള്ള TCയും CC സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ ആ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ എത്രയാണോ ഫീസ്, ആ ഫീസ് ഫുള്ളായിട്ട് നിങ്ങൾ ആ സമയത്ത് തന്നെ അടയ്ക്കണം. ടോട്ടൽ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും അതുപോലെ തന്നെ അവർ ഹോസ്റ്റൽ ഫീയും അടയ്ക്കാൻ പറയുവാണെങ്കിൽ അത് നിങ്ങൾ ആ സമയത്ത് തന്നെ അടയ്ക്കണം എന്നുള്ള നിർബന്ധമാണ്. എങ്ങനെ പോയാലും 1 ലക്ഷത്തിന് മേലെ ആവും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എല്ലാം കൂടി ഫീസ്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫീസിന് വേണ്ടിയിട്ട് പിന്നൊരു സമയം നിങ്ങൾക്ക് മാറ്റി തരുന്നതായിരിക്കില്ല. പിന്നെ സാധാരണ വേണ്ടി വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കൊണ്ട് വേണം നിങ്ങൾ സൈൻ ചെയ്ത് സീൽ ചെയ്ത് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. നമ്മുടെ LBSൽ വരുമ്പോൾ LBSൻ്റെ പ്രോസ്പെക്ടസിനകത്ത് തന്നെ അതിന് വേണ്ടി ഒരു ഫോം ഉണ്ട്. മേ ബി നിങ്ങൾ പോകുന്ന കോളേജിൽ അവർ തന്നെ ഒരു ഫോം തരാറുണ്ട്. അല്ലാത്ത പക്ഷം അവരെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ ഇത് ചെയ്തിട്ട് വരണമോ അതേ വന്നതിന് ശേഷം ചെയ്താൽ മതിയെന്ന്. ചില കോളേജസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് വരാൻ പറയും. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുറത്തുനിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ചില കോളേജസ് അവരുടെ തന്നെ ഹോസ്പിറ്റൽസിൽ അഡ്മിഷനൊക്കെ എടുത്ത് കോളേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന കോളേജസും ഉണ്ട്. അത് നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ് കേട്ടോ. ബാക്കി ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ +2 ആണെങ്കിൽ +2 പഠിച്ച സ്കൂളിൽ നിന്നായിരിക്കണം. അല്ലാത്ത പക്ഷം ഡിഗ്രിയൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിച്ച കോളേജസിൽ നിന്നായിരിക്കണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പം ഞാൻ പഠിച്ച സമയത്ത് 7 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എക്സ്ട്രാ എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ.
നമുക്കറിയാം PNC MAKൽ അങ്ങനെ റിസർവേഷനും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒറിജിനലും അതോടൊപ്പം അറ്റ്ലീസ്റ്റ് ഒരു 10ഓ 20ഓ കോപ്പിയൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. അത് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ കൂടിയിട്ടാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന് മുന്നേ കോളേജ് വിളിച്ച് ചോദിക്കണം. അതായത് വാക്സിനേഷൻ എടുത്തിട്ട് വരാൻ കുറച്ച് കോളേജസ് പറയും. അവിടെ അഡ്മിഷൻ എടുത്തിട്ട് അവർ തന്നെ നേരെ ഹോസ്പിറ്റൽസിൽ സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാക്സിനേഷൻ എടുക്കും. ഇത് പല കോളേജസിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അതെല്ലാവരും എടുക്കണം ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ആൻറ്റി റാഗിങ് ഫോം, അതായത് കോളേജിൽ നിങ്ങൾ റാഗ് ചെയ്യില്ല അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ചില കോളേജസ് നേരത്തെ കൂട്ടി നിങ്ങൾക്ക് മെയിലിൽ ഫോം അയച്ചു തരിക, എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാത്ത പക്ഷം കോളേജിൽ പോയിട്ട് അവർ ആ ഫോം തരുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം, സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതൊക്കെ മുന്നോട്ട് ആ ഒരു കോളേജിൻ്റെ പോളിസി അനുസരിച്ചായിരിക്കും കൊണ്ടുപോകേണ്ടത്. എനിവേ എല്ലാവരും പോയി അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ കോളേജിൽ വിളിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെയൊക്കെയാണ് അവരുടെ രീതി, അതനുസരിച്ച് നിങ്ങൾ റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകം പറയാണ്, ഫീസിൻ്റെ രീതിയിൽ ഒരു കൺസെഷനും അവർ തരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഫീസിന് ഇന്ന ദിവസം പറ്റില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്റ്റുഡൻസിനെ അവിടെ എടുക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഈ വെബ്സൈറ്റ് ത്രൂ നടക്കുന്നില്ല. അതുകൊണ്ട് ഫീസ് എല്ലാവരും നേരത്തെ കൂട്ടി റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ PNC MAKയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഡൊണേഷൻ വരുന്നില്ല മാനേജ്മെൻറ്റ് സീറ്റിൽ. അതുപോലെ തന്നെ സ്കോളർഷിപ്പും വരുന്നില്ല കേട്ടോ. സ്കോളർഷിപ്പ് SC ST OEC OBC ഫിഷർമാൻ ഏത് കാറ്റഗറി ആയാലും ഇവിടെ ആർക്കും സ്കോളർഷിപ്പും കൊടുക്കുന്നില്ല കേട്ടോ. ഇതുവഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ. പലരും ചോദിച്ചു LBSഉം PNC MAKയും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. LBSലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റുകളായതുകൊണ്ട് തന്നെ അവിടെ സ്കോളർഷിപ്പ് വരുന്നുണ്ട്. അത് എല്ലാവർക്കും സ്കോളർഷിപ്പ് ഇല്ല. OEC SC ST ഫിഷർമാൻ കാറ്റഗറി സ്റ്റുഡൻസിനൊക്കെ സ്കോളർഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, അതും കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്ത് അതെല്ലാം അക്സെപ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഗ്രാൻഡ് സ്കോളർഷിപ്പാണ് വരുന്നത്. കംപ്ലീറ്റ് ഗവൺമെൻറ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അവർ കോഷൻ ഡിപ്പോസിറ്റ് ആദ്യം ഒരു 5000 സംതിങ് എന്തോ അടയ്ക്കേണ്ടതുണ്ട്. അത് അവർക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ആ ഫീസ് തിരികെ കിട്ടുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോയിലൂടെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ ചാനലിൽ പോസ്റ്റ് എങ്കിലും ഇടുന്നതായിരിക്കും, ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഒത്തിരി മാർക്ക് കുറവുള്ള കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല മാർക്ക് കുറവാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി PNC MAKയുടെയും LBSൻ്റെയൊക്കെ പ്രഡിക്ഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം മാനേജ്മെൻറ്റ് സീറ്റ് ഉടനെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എൻക്വയറി ചെയ്യുന്ന പല കേരളത്തിലേക്ക് വേണ്ട മാനേജ്മെൻറ്റ് സീറ്റുകളെല്ലാം ഫില്ലാണ്. കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിലേക്ക് വേണം എന്നുള്ളവർ മുൻകൂട്ടി തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് എന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കലല്ല ഇവിടെ, നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ എൻക്വയറി മാത്രമാണ് കേട്ടോ ഇത്. കേരള, തമിഴ്നാട്, കർണാടക, മൈസൂർ എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ നല്ല കോളേജസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ളവർ വരിക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.